أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا عملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇരുത്തത്തെ പരിപൂർണമായി സ്വീകരിക്കുകയും പൂർത്തിയാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുലുള്ള വിശ്വാസത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായിട്ടും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ അടിമകളാണ്. പല സമയത്തും നമുക്ക് പല ചിന്തകളും വരൂലേ. അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവനിലുള്ള വിശ്വാസത്തെ പരിപൂർണമാക്കി നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ മാഇദയിലായിരുന്നു അല്ലേ? സൂറത്തുൽ മാഇദയല്ലേ നമ്മൾ പഠിച്ചത്? സൂറത്തുൽ മാഇദയിൽ 50-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ എടുത്തത്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 40 ആയത്ത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മാഇദയിൽ 50-ാമത്തെ ആയത്ത് വരെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മുതൽ പറയാൻ പോകുന്ന ഭാഗം നല്ല ആളുകളുമായിട്ട് കൂടിച്ചേരണം നമ്മൾ എന്നുള്ളതാണ്. വിശ്വാസികള് ഒരുമിച്ച് ഐക്യപ്പെട്ടുകൊണ്ട് വേണം ജീവിക്കാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് പറയുന്നത് ദീനിനെ പരിഹസിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. വിവാദത്തിനെ പരിഹസിക്കുന്നത് ഈമാനിനെ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരായ വഴി എന്ന് പറയുന്നത് ഖുർആന്റെ നേരായ വഴിയാണ്. ഏറ്റവും ഉത്തമമായ വഴി. ആ വഴിയിലൂടെ വേണം സത്യവിശ്വാസികൾ കടന്നു പോകേണ്ടത് എന്നുള്ളതാണ്. കിതാബുകാരോടുള്ള നിലപാട് എന്താന്ന് വെച്ചാല് സത്യത്തെ മറച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ശിക്ഷ ഇറങ്ങും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ ദൈവമാക്കിയത് അത് ഷിർക്കാണ്, ഷിർക്കിൽപ്പെട്ടതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൽപ്പിക്കലും അള്ളാഹു അല്ലാത്തവരെ അവനേക്കാളും മുകളിൽ ഉയർന്നവരായി ചിന്തിക്കലും എന്താണ് അത് ഷിർക്കിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് മകൻ ഇല്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പരിപൂർണമായിട്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ സത്യത്തോട് അടുക്കുന്നവര് സത്യം അംഗീകരിച്ചവരാണ്. അതുപോലെ അഹങ്കാരം എന്ന് പറയുന്നത് വഴിതെറ്റലിന്റെ കാരണമായിട്ട് മാറും. അതുപോലെ ഈമാൻ സ്വീകരിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇദയിലെ 82-ാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ അൻആമിലെ 35-ാമത്തെ ആയത്ത് വരെയാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. അപ്പൊ ഇന്നലെ പഠിക്കാനുണ്ടായിരുന്ന ഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം ഇന്ന് പഠിക്കാനുള്ള ഭാഗം 6-ാമത്തെ ജുസിലെ അവസാനത്തെ പാട്ട്. അതില് ഹൃദയങ്ങളുടെ വ്യത്യാസങ്ങൾ, ഓരോരുത്തരും വിശ്വാസികളോട് ഏറ്റവും വിദ്വേഷം കാണിക്കുന്നവരാരാണ്? യഹൂദരും മുശ്രിക്കുകളുമായിരിക്കും എന്നുള്ളതാണ്. വിശ്വാസികളോട് സ്നേഹത്തിൽ ഏറ്റവും അടുത്തവര് ക്രിസ്ത്യാനികളിൽ ചിലരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സത്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഈമാനോട് കൂടിയിട്ട് നമുക്ക് അതിലേക്ക് കയറാൻ കഴിയണം എന്നാണ്. വിനയപ്പെടലാണ് സത്യത്തില് എന്താണ് വിശ്വാസത്തിലേക്ക് കയറുന്നതിന്റെ ആദ്യത്തെ പടി. വിനയപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ദീനിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഹലാലും ഹറാമും എന്നുള്ളത് അതിനെ കുറിച്ചാണ്. ഹലാലും ഹറാമും ഹറാം എന്താക്കരുത്? കൂടാൻ പാടില്ല. ഹറാമ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താകും? ദീനിൽ നിന്ന് പുറത്തു പോയി കുഫറിലേക്ക് പെടുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച കാര്യങ്ങൾ അതിനെ ഒരിക്കലും ഹറാമാക്കി നമ്മൾ പറയാൻ പാടില്ല എന്നാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സത്യത്തിനെ നമ്മൾ സത്യം ചെയ്യാറുണ്ടല്ലോ എല്ലാവരും. അതിൽ സത്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും അതിൽ നീക്കുപോക്കുകൾ, പിന്നീട് സത്യം ചെയ്തതിന് ശേഷം അതിൽ വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹദിയ ചെയ്യണം, നമ്മൾ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് ദുനിയാവിന്റെ എല്ലാത്തിനും സത്യപ്പെടുത്താനുള്ള അധികാരം.
അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ പോയിട്ട് സത്യപ്പെടുത്തുമ്പോൾ നമ്മൾ അതിന്റെ അതിന്റെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ ഒരു സത്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കാര്യത്തെ ഏറ്റെടുക്കണം. സത്യത്തിൽ ശരിക്കും നമുക്ക് അതിനുള്ള അധികാരം ഇല്ല അല്ലെ? പക്ഷെ നമ്മളത് ഏറ്റെടുത്തിട്ട് പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയാൽ എന്താണ് സംഭവിക്കുക? ശരിക്കും നമ്മളത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും നമ്മൾ അതിനെ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ദരിദ്രരെ ഭക്ഷിപ്പിക്കൽ, വസ്ത്രം നൽകൽ, അടിമമോചനം, ഇതൊക്കെ എന്താണ്? കഫാറത്തിന്റെ ഓരോ നിബന്ധനകളാണ്. പലതരത്തിലാണത്. അത് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം നൽകുന്നതും അടിമമോചനം അല്ലെന്നും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യവും ചൂതാട്ടവും ഇത് ശൈത്താന്റെ ഏറ്റവും വലിയ ശിർക്കിൽ പെട്ടതാണ്. അതിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങള് അനുസരണം അള്ളാഹു വിശ്വാസികളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പരിപൂർണമായി കീഴൊതുങ്ങിക്കൊണ്ട് എപ്പോഴും അനുസരണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതെന്താകും? അത് നമ്മളെ ഈമാനിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകും എന്നാണ്. കൂടുതലായിട്ട് അതിനെ ചിക്കിച്ചെകിയ ഒരു കാര്യത്തിന്റെ പിന്നാലെ പോയിട്ട് അതെന്താണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി നടക്കുക, ഇതൊക്കെ എന്താക്കും? നമ്മളെ കുഫറിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതല്ലേ സത്യം, ഇതല്ലേ സത്യം, അതല്ലേ ശരി, ഇതല്ലേ ശരി, ഇങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ കീറി മുറിച്ച് അതിനെ ഓരോ അക്ഷരങ്ങളും അതിന്റെ വേർതിരിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ. അത് പല ആളുകൾക്കും, നമ്മളിൽപ്പെട്ട പല ആളുകൾക്കുള്ള ഒരു കുഫറിന്റെ ഭാഗമാണത്. കാരണം നമുക്ക് നമ്മുടെ കഴിവില്, നമ്മുടെ പരിമിതിയില് പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ടും ദുനിയാവിൽ ചെയ്തു തീർക്കാൻ പറ്റൂല. നമ്മൾ അത്ര പെർഫെക്ഷന് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. എനിക്ക് പെർഫെക്റ്റ് ആവണം. അങ്ങനെ ഒരു പെർഫെക്ഷൻ ഈ ദുനിയാവില്, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും വെച്ചിട്ടില്ല, എക്സെപ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല ആളുകളും ഈ ദീന് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ പലരും അങ്ങനെ ആകി തീരാനൊക്കെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നത് കാണാം. അവർ ശരിക്കും പോയി പെടാൻ പോകുന്നത് അവർ ഏറ്റവും വലിയൊരു കുഫറിലേക്കായിരിക്കും അവർ പോകുന്നത്. അതിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം അതൊരു അഹങ്കാരത്തിന്റെ ഒരു ഭാവം കൂടിയാണ്. ഞാൻ എല്ലാം തികഞ്ഞതാണ്, ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണ് എന്നുള്ളൊരു ഒരു മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു തോന്നലിലാണ് നമ്മൾ ആ ഒരു പരിശ്രമത്തിന് വേണ്ടിയിട്ട് നോക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് പരിമിതികൾ കൊണ്ട് തന്നെയാണ്. ഒരാൾക്കും എല്ലാതും പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല. ഒരാൾക്കും പൂർണ്ണമായിട്ടും എല്ലാതും ചിന്തിച്ച് തൃപ്തിപ്പെടാനും കഴിയില്ല. അപ്പൊ പിന്നെ നമ്മളത് പരിശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്റെ കഴിവിന്റെ എന്നേക്കാൾ മുകളിലാണ് അത് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെല്ലാരെയും ഒരു പരിമിതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പരിമിതിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് പോവുക. നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ നമ്മൾ അറിയുന്ന ഭാഗങ്ങളെക്കാളും കൂടുതലാണ്. അപ്പൊ അതിലെന്ത് ചെയ്യുക? നമ്മുടെ വിനയപ്പെടുക. അത്ര മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻകാല സമൂഹങ്ങൾ നശിച്ചു പോയത് ഈ ഒരു ഭാഗത്ത് അവര് കൂടുതൽ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് എപ്പോഴും കാത്തു രക്ഷിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്തത്തില് ജീവിക്കണം. അതായത് എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തം ഭൂമിയിൽ നിറവേറ്റാനുണ്ട്. ആർക്കും അതിൽ എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും വിട്ടുമാറിയിട്ട് ഖുർആനും പിടിച്ച് റൂമിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന ചില ആളുകളെ കാണാം. ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചപ്പം നമുക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയച്ചത് എന്നത് കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് ഒന്നും ചെയ്യാതിരിക്കുക, അതിനല്ല നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. അത് നമുക്ക് തന്ന പരീക്ഷണം അത് തന്നെയാണ്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ നമ്മുടെ കടമകള് നമുക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിനോട് സ്വന്തത്തോട് തന്നെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മളെ മാതാപിതാക്കള് നമ്മളെ ഭൂമിയിലേക്ക് വരാൻ കാരണമായത് അവരുടെ ഒരു കാരുണ്യമാണ് അല്ലെ? അവരുടെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇത്രയ്ക്കധികം നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അല്ലെ? അവരോടുള്ള കടമയും കടപ്പാടും അത് നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ ദീനും ഇബാദത്തും നമ്മുടെ കാര്യങ്ങളൊക്കെ. അതും
ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് നമ്മൾ പലരും അതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടൊക്കെ ജീവിക്കുന്നത് കാണാം. അതൊക്കെ എന്താണ്? അതൊക്കെ നമ്മളെ ഏറ്റവും വലിയ അള്ളാഹുവിനോട് കൊടുത്ത സാക്ഷ്യത്തിന് എഗെയിൻസ്റ്റ് ആണത്. അള്ളാഹുവിനെ നമ്മൾ വാക്ക് കൊടുത്തിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ഞാൻ അള്ളാഹുവിനെ കീഴ്പൊടിഞ്ഞിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ് മാതാപിതാക്കളും കുടുംബ ബന്ധം പുലർത്തലും പിന്നെ ജീവിതമാർഗം തേടലും ഒക്കെ ഇതിൽ പെട്ടത് തന്നെയാണ്. ഇത് എല്ലാത്തിന്റെയും ഓരോരോ വിഭാഗത്തിൽപ്പെട്ടാണ്. നമ്മുടെ മനസ്സിന്റെ സ്റ്റേറ്റ് എന്താണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ഇതിലൊക്കെ ഇബാദത്തിന്റെ ഒരു അംശം കടന്നിട്ടുണ്ട് താനും. ഭർത്താവിനെ നോക്കല്, കുടുംബത്തിനെ നോക്കല്, മക്കളെ നോക്കല്, ഇതിലൊക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിന്റെ പ്രാധാന്യം. അപ്പൊ അത് പൂർത്തിയാക്കാതെ നമ്മള് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ നമ്മള് ഇബാദത്ത് മാത്രമായി കൊണ്ടിരിക്കുമ്പം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തൃപ്തിപ്പെടുന്നില്ല. അതിന് പ്രതിഫലം കുറവുമായിരിക്കും. കാരണം കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കാണ്? ഇബാദത്തുകൾ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ ജീവിതത്തെയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരാണ്. ഓക്കെ, ഒരു വിശ്വാസി ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്ത് കുന്നിന്റെ മുകളിൽ ഒളിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൂലിയാണ് അവന് സാമൂഹികമായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിലും ഉള്ള ഖൈർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മള് ജീവിതത്തിൽ നോക്കിക്കാണാൻ. മാതാപിതാക്കളോടായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും എല്ലാവരുടെ അടുത്തും നമുക്കുള്ള കടപ്പാട് പൂർത്തിയാക്കാതെ നമുക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടും ഹവാരികളെ കുറിച്ചിട്ടും, ഹവാരികൾ ഈസാ അലൈഹി ഇസ്ലാമിനെ എന്നെ സത്യപ്പെടുത്തിയവരാണ്. അപ്പൊ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷിർക്കിന്റെ നിഷേധത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സത്യത്തിന്റെ വെളിച്ചത്തെ ഖുർആനിനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നെ പ്രവാചകന്മാരുടെ ദൗത്യത്തെ കുറിച്ച്, എന്തിനാണ് പ്രവാചകന്മാർ വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനാക്കിയതും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്താണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ സത്യം അറിഞ്ഞിട്ടും നിഷേധിച്ചു കഴിഞ്ഞാൽ അത് കുഫ്റിലേക്ക് മാറും എന്നുള്ളതാണ്. അതായത് അള്ളാഹും അവന്റെ റസൂലും ഖുർആനും ഇത് നമുക്ക് സത്യമാണ് അല്ലെ. ഖുർആൻ എന്ന് പറയുന്നത് സത്യമാണെന്നുള്ള ഇപ്പൊ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാം. ഈവൻ നമ്മൾ ഏതൊരു പുതിയ പുതിയ ടെക്നോളജി എടുത്ത് നോക്കിയാൽ പോലും അതിൽ പോലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ടെക്നോളജിക്ക് വരെ അറിയാം ഖുർആൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സൃഷ്ടിയല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം അറിഞ്ഞിട്ടും അതിലേക്ക് നിൽക്കാതെ നമ്മൾ കുഫറിലേക്ക് പോയിട്ട് അതിൽ നിന്ന് വിടുതൽ നേടിയാൽ അത് കുഫറിലേക്ക് പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആഖിറത്തിന്റെ നിഷേധം, അതിനെ കുറിച്ചിട്ട് ലോകത്തിന്റെ കുറിച്ചിട്ട്, അതായത് കളിച്ചിരികളും ദുനിയാവിന്റെ മോഹങ്ങളും, അതൊക്കെ എന്താണ്? നമ്മളെ ദുനിയാവിൽ നിന്ന് വഞ്ചിച്ചു കളയുമെന്നാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വിട്ടുമാറ്റി കളയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തില് എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 35-ാമത്തെ ആയത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താണ്? ആ ജനങ്ങളുടെ നിഷേധങ്ങൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തെ അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മള് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുവരെ പറഞ്ഞത് എല്ലാ ഈ വരാൻ പോകുന്ന ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള ഒരു അർത്ഥമായിരുന്നു പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുക, നമ്മള് അതിന്റെ മീനിങ് മാത്രം പറഞ്ഞു പോവുകയുള്ളൂ. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിന്നീട് നോക്കി മനസ്സിലാക്കണം എന്നുള്ളത് പറയുകയാണ്. ഓക്കെ, കൂടുതലായിട്ട് അറിയാൻ ആ ആയത്തിലേക്ക് പോയിട്ട് നിങ്ങൾ ആയത്ത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മൂല്യമ ഏതാണ് നമ്പർ എന്ന് പറയോ? പേജ് നമ്പർ അല്ല ഇത് സൂറത്തുൽ മാഇദ 50-ാമത്തെ ആയത്ത് മുതലല്ലേ ഇനി എടുക്കാനുള്ളത്? നമ്മൾ 50 ആയത്ത് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. 50 വരെ എടുത്ത മൂല്യമോ? 44 മുതലാ എടുക്കണ്ടേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. നല്ല 40 വരെയാണ് എടുത്തത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
അള്ളാഹു സുബ്ഹാനഹു വ തആല മോഷ്ടിച്ചവനെ കുറിച്ചിട്ടായിരുന്നു അവസാനത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. മോഷ്ടിച്ചവന്റെ കൈകളെ വെട്ടിക്കളയണം ഇവിടെ എന്നുള്ള ഒന്നിലെ അള്ളാഹു 40 സുബ്ഹാനഹു ആയിട്ട് വ തആല. വരെ എടുത്തത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 38-ാമത്തെ ആയത്തിൽ മോഷ്ടിച്ചവന്റെയും മോഷ്ടിക്കുന്നവരുടെയും കൈകളെ നിങ്ങൾ മുറിച്ചു കളയുക എന്നായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിലായിരുന്നു നമ്മൾ നിർത്തിവെച്ചത്. അവർ സമ്പാദിച്ചതിന്റെയും പ്രതിഫലം അവർക്കുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയുമാണത്. അവരെന്താണ് ചെയ്തത് ആ ചെയ്തതിന്റെ ആ തിന്മക്കുള്ള ശിക്ഷ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്നുള്ള. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നാൽ അക്രമം ചെയ്തു പോയതിനു ശേഷം വല്ലവനും പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു അതിന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും അത്രേ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. ഓഹോ റസൂലെ, സത്യനിഷേധത്തിലേക്ക് കുതിച്ചു ചെല്ലുന്നവർ അവരുടെ പ്രവൃത്തി നിനക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. അവർ മനസ്സിൽ വിശ്വാസം കടക്കാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വായ കൊണ്ട് പറയുന്നവരിൽപ്പെട്ടവരാകട്ടെ യഹൂദ മതക്കാരിൽപ്പെട്ടവരാകട്ടെ കള്ളം ചെവിയോർത്ത് കേൾക്കുന്നവരും നിന്റെ അടുത്ത് വരാത്ത മറ്റാളുകളുടെ വാക്കുകൾ ചെവിയോർത്ത് കേൾക്കുന്നവരുമാണ് അവർ. വേദവാക്യങ്ങളെ അവയുടെ സന്ദർഭങ്ങളിൽ നിന്ന് അവർ എടുത്തു മാറ്റിക്കളയുന്നു. അവർ പറയുന്നു, ഇതേ വിധി തന്നെയാണ് നബിയുടെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് നൽകപ്പെടുന്നതെങ്കിൽ അത് സ്വീകരിക്കുക. അതല്ല നൽകപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. വല്ലവനും നാശം വരുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവനു വേണ്ടി അള്ളാഹുവിൽ നിന്ന് യാതൊന്നും നേടിയെടുക്കാൻ നിനക്ക് സാധിക്കുന്നതല്ല. അത്തരക്കാരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് ഇഹലോകത്ത് അപമാനകരമായ ശിക്ഷയാണുള്ളത്, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും. കള്ളം ചെവിയോർത്ത് കേൾക്കുന്നവരും നിഷിദ്ധമായ സമ്പാദ്യം ധാരാളം തിന്നുന്നവരും അത്രേ അവർ. അവർ നിന്റെ അടുക്കത്ത് വരികയാണെങ്കിൽ അവർക്കിടയിൽ നീ തീർപ്പ് കൽപ്പിക്കുക, അവരെ അവഗണിച്ചു കളയുക ചെയ്യുക. നീ അവരെ അവഗണിച്ചു കളയുന്ന പക്ഷം അവർ നിനക്കൊരു ദോഷവും വരുത്തുന്നതില്ല. എന്നാൽ നീ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ നീതിപൂർവ്വം തീർപ്പ് കൽപ്പിക്കുക. നീതി പാലിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു സ്നേഹിക്കുന്നു. എന്നാൽ അവർ എങ്ങനെയാണ് നിന്നെ കർത്താവാക്കുന്നത്? അവരുടെ പക്കൽ തൗറാത്തുണ്ട്, അതിലാകട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളുണ്ട്. എന്നിട്ട് അതിനുശേഷവും അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെയല്ല. തീർച്ചയായും നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെട്ട പ്രവാചകന്മാർ യഹൂദ മഹത്വക്കാർക്ക് അതനുസരിച്ച് വിധി കൽപ്പിച്ചു പോന്നു. പുണ്യവാന്മാരും മതപണ്ഡിതന്മാരും അപ്രകാരം തന്നെ വിധി കൽപ്പിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരതിന് സാക്ഷികളുമാകുന്നു. അതിനാൽ നിങ്ങൾ ജനങ്ങളെ ഭയക്കാതെ എന്നെ മാത്രം ഭയപ്പെടുക. എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛവിലക്ക് വറ്റുകളയാതിരിക്കുക. അള്ളാഹു അവതരിപ്പിച്ച് തന്നതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു അവിശ്വാസികൾ. ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, മുറിവുകൾക്ക് തത്തുല്യമായ പ്രതിക്രിയ എന്നിങ്ങനെയാണ് അതിൽ തൗറാത്തിൽ നാം അവർക്ക് നിയമമായി വെച്ചിട്ടുള്ളത്. വല്ലവനും പ്രതിക്രിയ ചെയ്യാതെ മാപ്പ് നൽകുന്ന പക്ഷം അത് അവന് പാപമോചനത്തിന് ഉതകുന്ന ഒരു പുണ്യകർമ്മമാകുന്നു. ആർ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കുന്നില്ലയോ അവർ തന്നെയാണ് അക്രമികൾ. അവരെ ആ പ്രവാചകന്മാരെ തുടർന്ന് അവരുടെ കൽപാദങ്ങളിലായിക്കൊണ്ട് മറിയമിന്റെ മകൻ ഈസയെ തന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നതിനായിക്കൊണ്ട് നാം നിയോഗിച്ചു. സന്മാർഗ നിർദ്ദേശവും സത്യപ്രകാശവും അടങ്ങിയ ഇഞ്ചിയിലും അദ്ദേഹത്തിന് നാം നൽകി. അതിന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നതും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനവും സദുപദേശവും അത്രേ അത്. ഇഞ്ചീലിന്റെ അനുയായികൾ അള്ളാഹു അതിൽ അവതരിപ്പിക്കപ്പെട്ടതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. അള്ളാഹു അവതരിപ്പിക്കപ്പെട്ടതനുസരിച്ച് ആർ വിധി കൽപ്പിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു ധിക്കാരികൾ. നബിയെ, നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയെ കാത്തു രക്ഷിക്കുന്നതും അത്രേ അത്. അതിനാൽ നീ അവർക്കിടയിൽ നാം അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കുക. നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ട് നീ അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി പോകരുത്. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. അള്ളാഹുവിങ്കലേക്ക് അത്രേ നിങ്ങളുടെ എല്ലാം അടക്കം. നിങ്ങൾ ഭിന്നിച്ചിരുന്ന വിഷയങ്ങളെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കുകയും അവയുടെ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കുകയും അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റാതിരിക്കുകയും അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന വല്ല നിർദ്ദേശത്തിൽ നിന്നും അവർ നിന്നെ തെറ്റിദ്ധരിച്ചു കളയാതിരിക്കുന്നതിനെ പറ്റി നീ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് നാം കൽപ്പിക്കുന്നു. ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, അവരുടെ ചില പാപങ്ങൾ കാരണമായി അവർക്ക് നാശം വരുത്തണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും ധിക്കാരികളാകുന്നു. ജാഹിലിയത്തിന്റെ അനിസ്ലാമിക മാർഗത്തിന്റെ വിധിയാണോ അവർ തേടുന്നത്?
ദൃഢവിശ്വാസികളായ ജനങ്ങൾക്ക് അള്ളാഹുയേക്കാൾ നല്ല വിധികർത്താവ് ആരാണുള്ളത്? സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവർ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച. എന്നാൽ മനസ്സുകളിൽ രോഗം ബാധിച്ച ചില ആളുകൾ അവരുടെ കാര്യത്തിൽ അവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിൽ തിടുക്കം കൂട്ടുന്നതായി നിനക്ക് കാണാം. ഞങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നായിരിക്കും അവർ പറയുന്നത്. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകുകയോ അല്ലെങ്കിൽ അവന്റെ പക്കൽ നിന്ന് മറ്റു വല്ല നടപടിയും ഉണ്ടാവുകയോ ചെയ്തേക്കാം. അപ്പോൾ തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതിനെ പറ്റി ഈ കൂട്ടർ ഖേദിക്കുന്നവരായിത്തീരും. അന്ന് സത്യവിശ്വാസികൾ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ ബലമായി സത്യം ചെയ്ത് പറഞ്ഞവർ ഇക്കൂട്ടർ തന്നെയാണോ എന്ന് അവർ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അന്ന് സത്യവിശ്വാസികൾ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ ബലമായി സത്യം ചെയ്ത് പറഞ്ഞിരുന്നവർ ഇക്കൂട്ടർ തന്നെയാണോ? അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കുകയും അങ്ങനെ അവർ നഷ്ടക്കാരായി മാറുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നതാണ്. അവർ വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരും സത്യനിഷേധികളോട് പ്രതാപം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടും. ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ ഭയപ്പെടുകയില്ല. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമത്രേ. അവർ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനുമത്രേ. അള്ളാഹും അവന്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട് നമസ്കാരം ഉറപ്പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും ഉറ്റമിത്രങ്ങളുമാകുന്നു നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ. വല്ലവനും അള്ളാഹുവും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും മിത്രങ്ങളായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയം തേടുന്നവർ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ തമാശയായും വിനോദ വിഷയമാക്കി തീർത്തവരെയും സത്യനിഷേധികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെ സൂക്ഷിക്കുവിൻ. നിങ്ങൾ നമസ്കാരത്തിനായി വിളിച്ചാൽ അവരതിൽ ഒരു തമാശയും വിനോദ വിഷയമാക്കി തീർക്കുന്നു. അവർ ചിന്തിച്ച് മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗമായതുകൊണ്ടാണത്രേ അത്. നബിയെ പറയുക, വേദക്കാരെ, അള്ളാഹുലും അമുകൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നത് കൊണ്ടും നിങ്ങളിൽ അധിക പേരും ധിക്കാരികളാണ് എന്നതുകൊണ്ടും മാത്രമല്ലേ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? പറയുക, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ മോശമായ പ്രതിഫലമുള്ളവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഏതൊരു വിഭാഗത്തെ അള്ളാഹു ശപിക്കുകയും അവരോട് അവൻ കോപിക്കുകയും ചെയ്തുവോ, അത് വിഭാഗത്തിൽപ്പെട്ടവരെ അള്ളാഹു കുരങ്ങുകളും പന്നികളുമാക്കി തീർത്തുവോ? ഏതൊരു വിഭാഗം ദുർമൂർത്തികളെ ആരാധിച്ചുവോ, അവരത്ര ഏറ്റവും മോശമായ സ്ഥാനമുള്ളവരും നേർമാർഗത്തിൽ നിന്ന് ഏറെ പിഴച്ചു പോയവരും. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വാസ്തവത്തിൽ അവർ അവിശ്വാസത്തോടെയാണ് കടന്നു വന്നിട്ടുള്ളത്. അവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ പുറത്തു പോയിട്ടുള്ളതും. അവർ വെച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അവരിലധികം പേരും പാപകൃത്യങ്ങളിലും അതിക്രമങ്ങളിലും നിഷിദ്ധ സമ്പാദ്യം ഭുജിക്കുന്നതിലും മത്സരിച്ച് മുന്നേറുന്നതായി നിനക്ക് കാണാം. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് വളരെ ചീത്ത തന്നെ. കുറ്റകരമായത് അവർ പറയുന്നതിൽ നിന്നും നിഷിദ്ധമായ സമ്പാദ്യം അവർ തിന്നുന്നതിൽ നിന്നും പുണ്യപുരുഷന്മാരും പണ്ഡിതന്മാരെയും അവർ തടയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ചീത്ത തന്നെ. അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് യഹൂദർ പറഞ്ഞു. അവരുടെ കൈകൾ ബന്ധിതമാക്കട്ടെ. അവർ ആ പറഞ്ഞ വാക്ക് കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, അവന്റെ ഇരു കൈകളും നിവർത്തി വെക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ ചെലവഴിക്കുന്നു. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ശത്രുതയും വിദ്വേഷവും നാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയുന്നു. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുഴപ്പക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വേദക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരിൽ നിന്ന് അവരുടെ തിന്മകൾ നാം മായ്ച്ചു കളയുകയും അനുഗ്രഹപൂർണമായ സ്വർഗത്തോപ്പുകളിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തൗറാത്തും ഇഞ്ചീലും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും അവർ നേരാവണ്ണം നിലനിർത്തിയിരുന്നുവെങ്കിൽ തങ്ങളുടെ മുൻഭാഗത്ത് നിന്ന് കാലുകളുടെ ചുവട്ടിൽ നിന്നും അവർക്ക് ആഹാരം ലഭിക്കുമായിരുന്നു. അവരിൽ തന്നെ മിതത്വം പാലിക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ അവരിൽ അധിക പേരുടെയും പ്രവർത്തനങ്ങൾ വളരെ ചീത്ത തന്നെ. ഹേ റസൂലെ, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അവ ചെയ്യാത്ത പക്ഷം നീ അവന്റെ ഔദൗത്യം നിറവേറ്റിയിട്ടില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. സത്യനിഷേധികളായ ആളുകളെ തീർച്ചയായും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. പറയുക, വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾക്ക് നേരാവണ്ണം നിലനിർത്തുന്നത് വരെ നിങ്ങൾ യാതൊരു അടിസ്ഥാനത്തിലുമല്ല
എന്നാൽ നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ സത്യനിഷേധികളായ ജനങ്ങളെപ്പറ്റി നീ ദുഃഖിക്കേണ്ടതില്ല. സത്യവിശ്വാസികളോ യഹൂദരോ സാബികളോ ക്രൈസ്തവരോ ആരാകട്ടെ, അവരിൽ നിന്ന് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇസ്രായേൽ സന്തതികളോട് നാം കരാർ വാങ്ങുകയും അവരിലേക്ക് നാം ദൂതന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മനസ്സുകളിൽ പിടിക്കാത്ത കാര്യങ്ങളുമായി അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു ദൂതൻ ചെന്നപ്പോഴൊക്കെ ദൂതന്മാരിൽ ഒരു വിഭാഗത്തെ അവർ നിഷേധിച്ച് തള്ളുകയും മറ്റൊരു വിഭാഗത്തെ അവർ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ലെന്ന് അവർ കണക്ക് കൂട്ടുകയും അങ്ങനെ അവർ അന്ധരും ബധിരവുമായി ആയിരിക്കുകയും ചെയ്തു. പിന്നീട് അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. വീണ്ടും അവരിൽ അധിക പേരും അന്ധരും ബധിരരുമായിരിക്കുന്നു. എന്നാൽ അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. എന്നാൽ മസീഹ് പറഞ്ഞത്, ഇസ്രായേൽ സന്തതികളെ, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കുവിൻ. അള്ളാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹുവിന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും. അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഇല്ല എന്നാണ്. അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. ഏകദൈവത്തിനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ. ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ. അവർ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. ആകയാൽ അവർ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. മറിയമിന്റെ മകൻ മസീഹ് ഒരു ദൈവദൂതൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പ് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് സത്യവതിയാകുന്നു. അവർ ഇരുവരും ഭക്ഷണം കഴിക്കുന്നവരുമായിരുന്നു. നോക്കൂ, നാം അവർക്ക് എങ്ങനെയെല്ലാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നുവെന്ന് നോക്കൂ. എന്നിട്ടും അവർ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുന്നതെന്ന്. ദേവിയെ പറയുക, അള്ളാഹു കൂടാതെ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അള്ളാഹു ആകട്ടെ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. പറയുക, വേഗതക്കാരെ, സത്യത്തിനെതിരായിക്കൊണ്ട് നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങൾ അതിരുകവിയരുത്. മുമ്പേ പിഴച്ചു പോവുകയും ധാരാളം പേരെ പിഴപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്ത ഒരു ജനവിഭാഗത്തിന്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത്. ഇസ്രായേൽ സന്തതികളിലെ സത്യനിഷേധികൾ ദാവൂദിന്റെയും മറിയമിന്റെയും മകൻ ഈസയുടെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം കൈക്കൊള്ളുകയും ചെയ്തതിന്റെ ഫലമത്രയത്. അവർ ചെയ്തിരുന്ന ദുരാചാരത്തെ അവർ അന്യോന്യം തടയുമായിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ ചീത്ത തന്നെ. അവരിലധിക പേരും സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നത് നിനക്ക് കാണാം. സ്വന്തത്തിനു വേണ്ടി അവർ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് വളരെ ചീത്ത തന്നെ. അതായത് അള്ളാഹു അവരുടെ നേരെ കോപിച്ചിരിക്കുന്നു എന്നതാണ്. ശിക്ഷയിൽ അവർ നിത്യവാസികളായിരിക്കുന്നതുമാണ്. അവർ അള്ളാഹുലും പ്രവാചകനും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവരെ അവിശ്വാസികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുമായിരുന്നില്ല. പക്ഷെ അവരിൽ അധിക പേരും ധിക്കാരികളാകുന്നു. ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ യഹൂദരും ദൈവാരാധകരുമാണ് എന്ന് തീർച്ചയായും നിനക്ക് കാണാം. ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു എന്ന് പറഞ്ഞവരാണ് ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളുടെ ഏറ്റവും അടുത്ത സൗഹൃദമുള്ളത് എന്നും നിനക്ക് കാണാം. അവരിൽ മതപണ്ഡിതന്മാരും സന്യാസികളും ഉണ്ടെന്നുള്ളതും അവർ അഹംഭാവം നടിക്കുന്നില്ല എന്നതുമാണ് അതിന് കാരണം. റസൂലിന് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ സത്യം മനസ്സിലാക്കിയതിന്റെ ഫലമായി അവരുടെ കണ്ണുകളിൽ നിന്ന് ധാരാളം കണ്ണുനീർ ഒഴുകുന്നതായി നിനക്ക് കാണാം. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തണമേ. ഞങ്ങളുടെ രക്ഷിതാവ് സജ്ജനങ്ങളോടൊപ്പം ഞങ്ങളെ പ്രവേശിപ്പിക്കുവാൻ ഞങ്ങൾ മോഹിച്ചു കൊണ്ടിരിക്കുകയും ഞങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹുലും ഞങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തിലും വിശ്വസിക്കാതിരിക്കാൻ കഴിയും. അങ്ങനെ അവർ ഈ പറഞ്ഞത് നിമിത്തം അള്ളാഹു അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ പ്രതിഫലമായി നൽകി. അവരതിൽ നിത്യവാസികളായിരിക്കും. സത്വൃത്തന്മാർക്കുള്ള പ്രതിഫലമത്രേ അത്. അവിശ്വസിക്കുകയും നമ്മളുടെ തെളിവുകളെ തള്ളിക്കളയുകയും ചെയ്തവരാരോ അവരാകുന്നു നരകാവകാശികൾ. സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. നിങ്ങൾ പരിധി ലംഘിക്കുകയും ചെയ്യരുത്. പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുക. ഏതൊരുവനിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ബോധപൂർവമല്ലാത്ത നിങ്ങളുടെ ശബ്ദങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ പിടികൂടുകയില്ല. എന്നാൽ ഉറപ്പിച്ചു പറഞ്ഞ ശബ്ദങ്ങളുടെ പേരിൽ അപ്പോൾ അവൻ നിങ്ങളെ പിടികൂടുന്നതാണ്. അപ്പോൾ അതിന്റെ ലംഘിക്കുന്നതിന്റെ പ്രായശ്ചിത്തം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകൾക്ക് നൽകാറുള്ള മധ്യനിലയിലുള്ള ഭക്ഷണത്തിൽ നിന്ന് 10 സാധുക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുകയോ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുകയോ ആകുന്നു. ഇനി വല്ലവനും അതൊന്നും കിട്ടിയില്ലെങ്കിൽ
3 ദിവസം നോമ്പെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സത്യം ചെയ്തു പറഞ്ഞാൽ നിങ്ങളുടെ ശബ്ദങ്ങൾ ലംഘിക്കുന്നതിനുള്ള പ്രായശ്ചിത്തമാകുന്നു അത്. നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അപ്രകാരം അല്ലാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠയും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമില്ലയോ? നിങ്ങൾ അള്ളാഹുവും റസൂലിനെയും അനുസരിക്കുകയും ധിക്കാരം വന്നു പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നമ്മുടെ ദൂതന്റെ ബാധ്യത വ്യക്തമായ രീതിയിൽ സന്ദേശം എത്തിക്കുക മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ മുമ്പ് കഴിഞ്ഞു പോയതിൽ കുറ്റമില്ല. അവർ അള്ളാഹുവെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും സൽപ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നീടും അവർ സൂക്ഷ്മത പാലിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനുശേഷവും അവർ സൂക്ഷ്മത പാലിക്കുകയും നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സദ്വൃത്തരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കൾ മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അദൃശ്യമായ നിലയിൽ അള്ളാഹു ഭയപ്പെടുന്നവരെ അവൻ വേർതിരിച്ചറിയുവാൻ വേണ്ടി എത്രയത്. വല്ലവനും അതിനുശേഷം അതിക്രമം കാണിച്ചാൽ അവന് വേദനയേറെ ശിക്ഷയുണ്ടായിരിക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊല്ലരുത്. നിങ്ങളിൽ ഒരാൾ മനഃപൂർവ്വം അതിനെ കൊല്ലുന്ന പക്ഷം അവൻ കൊന്നതിന് തുല്യമെന്ന് നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാർ തീർപ്പ് കൽപ്പിക്കുന്ന കാലിയെ അഥവാ കാലികളെ ആപത്തിങ്കിൽ എത്തിച്ചേരേണ്ട ബലിമൃഗത്തെ നൽകേണ്ടതാണ്. അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി ഏതാനും അഗതികൾക്ക് ആഹാരം നൽകുകയോ അല്ലെങ്കിൽ അതിന് തുല്യമായി നോമ്പെടുക്കുകയോ ചെയ്യേണ്ടതാണ്. അവൻ ചെയ്തതിന്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുവാൻ വേണ്ടിയാണത്. മുമ്പ് ചെയ്തു പോയതിന് അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു. വല്ലവനും അത് ആവർത്തിക്കുന്ന പക്ഷം അള്ളാഹു അവന്റെ നേരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. അള്ളാഹു പ്രതാപിയും ശിക്ഷാ നടപടി കൈക്കൊള്ളുന്നവനുമാകുന്നു. നിങ്ങൾക്കും യാത്രാസംഘങ്ങൾക്കും ജീവിതവുമായി കൊണ്ട് കടലിലെ വേട്ട ജന്തുക്കളും സമുദ്രാഹാരവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇഹ്റാമിലായിരിക്കുമ്പോഴൊക്കെയും കരയിൽ വേട്ട ജന്തുക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതൊരുവനിലേക്കാണോ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. പവിത്രമായ കഅബയെയും ഇത് നിഷിദ്ധമായ മാസത്തെയും അള്ളാഹു ജനങ്ങളുടെ നിലനിൽപ്പിനെ ആധാരമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കഅബത്തിങ്കലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെയും അവയുടെ കഴുത്തിലെ അടയാള താലികളെയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ടെന്നും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണെന്നും നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി എത്രയത്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. റസൂലിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേയുള്ളൂ. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും വെളിപ്പിച്ചു വെക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നു. നബിയെ പറയുക, ദുഷിച്ചതും നല്ലതും സമമാവുകയില്ല. ദുഷിച്ചതിന്റെ വർധനവ് നിന്നെ അത്ഭുതപ്പെടുത്തുന്നതായാലും ശരി. അതിനാൽ ബുദ്ധിമാന്മാരെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. സത്യവിശ്വാസികളെ, ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് മനഃപ്രയാസമുണ്ടാക്കും. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞതിന് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും സഹനശീലനുമാകുന്നു. നിങ്ങൾക്ക് മുമ്പ് ഒരു ജനവിഭാഗം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. പിന്നെ അവയിൽ അവർ അവിശ്വസിക്കുന്നവരായി തീരുകയും ചെയ്തു. ബഹീറ, സായിബ, വസീല, ഹാം എന്നീ നീർച്ച മൃഗങ്ങളെയൊന്നും അള്ളാഹു നിശ്ചയിച്ചതല്ല. പക്ഷെ സത്യനിഷേധികൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ്. അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അത് മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവർ പറയുക. അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാൽ പോലും അത് മതിയെന്നാണോ? സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വഴിപിഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. അള്ളാഹുങ്കലേക്ക് അത്രേ നിങ്ങളുടെ എല്ലാം അടക്കം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അപ്പോൾ അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായ വസിയത്തിന്റെ സമയത്ത് നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ 2 പേർ നിങ്ങൾക്കിടയിൽ സാക്ഷ്യം വഹിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മരണവിപത്ത് നിങ്ങൾക്ക് വന്നെത്തുകയാണെങ്കിൽ വസിയത്തിന് സാക്ഷികളായി നിങ്ങളല്ലാത്തവരിൽപ്പെട്ട 2 പേരായിരുന്നാലും മതി.
നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ അവർ രണ്ടുപേരെയും നമസ്കാരം കഴിഞ്ഞ ശേഷം നിങ്ങൾ തടഞ്ഞു നിർത്തണം. എന്നിട്ട് അവർ അള്ളാഹുവിന്റെ പേരിൽ ഇപ്രകാരം സത്യം ചെയ്ത് പറയണം: ഇതിന് ഈ സത്യം മറച്ചു വെക്കുന്നതിന് പകരം യാതൊരു വിലയും ഞങ്ങൾ വാങ്ങുകയില്ല. അത് അടുത്ത ഒരു ബന്ധുവെ ബാധിക്കുന്ന കാര്യമായാൽ പോലും അള്ളാഹുവിനു വേണ്ടി ഏറ്റെടുത്ത സാക്ഷ്യം ഞങ്ങൾ മറച്ചു വെക്കുകയില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ കുറ്റക്കാരിൽപ്പെട്ടവരായിരിക്കും. ഇനി അവർ രണ്ട് സാക്ഷികൾ കുറ്റത്തിന് അവകാശികളായിട്ടുണ്ട് എന്ന് തെളിയുന്ന പക്ഷം കുറ്റം ചെയ്തിട്ടുള്ളത് ആർക്കെതിരെയാണോ അവരിൽപ്പെട്ട പരേതനോട് കൂടുതൽ ബന്ധമുള്ള മറ്റു രണ്ടുപേർ അവരുടെ സ്ഥാനത്ത് സാക്ഷികളായി നിൽക്കണം. എന്നിട്ട് അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ പേരിൽ ഇപ്രകാരം സത്യം ചെയ്ത് പറയണം: തീർച്ചയായും ഞങ്ങളുടെ സാക്ഷ്യമാകുന്നു ഇവരുടെ സാക്ഷ്യത്തെക്കാൾ സത്യസന്ധമായിട്ടുള്ളത്. ഞങ്ങൾ ഒരു അന്യായവും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ അക്രമികളിൽപ്പെട്ടവരായിരിക്കും. അവർ സാക്ഷികൾ മുറ പോലെ സാക്ഷ്യം വഹിക്കുന്നതിന് അതാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. തങ്ങൾ സത്യം ചെയ്തതിനു ശേഷം അനന്തരാവകാശികൾക്ക് സത്യം ചെയ്യാൻ അവസരം നൽകപ്പെടുമെന്ന് അവർക്ക് സാക്ഷികൾക്ക് പേടിയുണ്ടാകുവാനും അതാണ് കൂടുതൽ ഉപകരിക്കുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവന്റെ കൽപ്പനകൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ധിക്കാരികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. അള്ളാഹു ദൂതന്മാരെ ഒരുമിച്ച് കൂട്ടുകയും നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം അവർ പറയും: ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, നീയാണ് അദൃശ്യകാര്യങ്ങൾ നന്നായി അറിയുന്നവൻ. ഈസായോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. മറിയമിന്റെ മകനായ ഈസ തൊട്ടിലിൽ വെച്ചും മധ്യവയസ്കനായിക്കൊണ്ടും നീ ജനങ്ങളോട് സംസാരിക്കവേ പരിശുദ്ധാത്മാവ് മുഖേന നിനക്ക് നാം പിൻബലം നൽകിയ സന്ദർഭത്തിലും ഗ്രന്ഥവും വിജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന സന്ദർഭത്തിലും എന്റെ അനുമതി പ്രകാരം കളിമണ്ണ് കൊണ്ട് നീ പക്ഷികളുടെ മാതൃകയിൽ രൂപപ്പെടുത്തുകയും എന്നിട്ട് നീ അതിൽ ഊതുമ്പോൾ എന്റെ അനുമതി പ്രകാരം അതിൽ പക്ഷിയായി തീരുകയും ചെയ്ത സന്ദർഭത്തിലും എന്റെ അനുമതി പ്രകാരം ജന്മനാ കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും നീ സുഖപ്പെടുത്തുന്ന സന്ദർഭത്തിലും എന്റെ അനുമതി പ്രകാരം നീ മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിലും നീ ഇസ്രായേൽ സന്തതികളുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുമായി ചെന്നിട്ട് അവരിലെ സത്യനിഷേധികൾ ഇത് പ്രത്യക്ഷമായ മാരണമാകുന്നു എന്ന് പറഞ്ഞ അവസരത്തിൽ നിന്നെ അപകടപ്പെടുത്തുന്നതിൽ നിന്ന് അവരെ ഞാൻ തടഞ്ഞ സന്ദർഭത്തിലും ഞാൻ നിനക്കും നിന്റെ മാതാവിനും ചെയ്തു തന്ന അനുഗ്രഹം ഓർക്കുക. നിങ്ങൾ എന്നിലും എന്റെ ദൂതനിലും വിശ്വസിക്കൂ ഞാൻ ഹവാരികളോട് ബോധനം നൽകിയ സന്ദർഭത്തിലും അവർ പറഞ്ഞു: ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നതിന് നീ സാക്ഷ്യം വഹിച്ചുകൊള്ളുക. ഹവാരികൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക: മറിയമിന്റെ മകനായ ഈസ ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തലിക ഇറക്കിത്തരുവാൻ നിന്റെ രക്ഷിതാവിന് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെ സൂക്ഷിക്കുക. ഇതാണ് ഭക്ഷണത്തലികയുടെ ഈ മാഇദ എന്ന പേരിന്റെ മീനിങ്. അവർ പറഞ്ഞു: ഞങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകുവാനും താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാനും ഞങ്ങൾ അതിന് തീരുവാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറിയമിന്റെ മകൻ ഈസ പറഞ്ഞു: ഞങ്ങളുടെ രക്ഷിതാവേ അള്ളാഹു, ഞങ്ങൾക്ക് നീ ആകാശത്ത് നിന്ന് ഭക്ഷണത്തലിക ഇറക്കിത്തരണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യത്തിലുള്ളവനും അവസാനത്തിലുള്ളവനും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായിരിക്കണം അത്. ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. അള്ളാഹു പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് അത് ഇറക്കിത്തരാം. എന്നാൽ അതിനുശേഷവും നിങ്ങളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം ലോകരിൽ ഒരാൾക്കും ഞാൻ നൽകാത്ത കടുത്ത ശിക്ഷ അവന് നൽകുന്നതാണ്. അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക: മറിയമിന്റെ മകൻ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു: നീ എത്രേ പരിശുദ്ധൻ. എനിക്ക് പറയാൻ യാതൊരു അവകാശമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എന്റെ മനസ്സിലുള്ളത് നീ അറിയും, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. നീ എന്നോട് കൽപ്പിച്ച കാര്യം അഥവാ എന്നെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷികളായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായും ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരെ നിരീക്ഷിച്ചിരുന്നവൻ. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരാണല്ലോ. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ തന്നെയാണല്ലോ പ്രതാപിയും യുക്തിമാനും. അള്ളാഹു പറയും: ഇത് സത്യവാന്മാർക്ക് തങ്ങളുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാകുന്നു. അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. അവരതിൽ നിത്യവാസികളായിരിക്കും. അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതത്രേ മഹത്തായ വിജയം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുള്ളതിന്റെയും ആധിപത്യം അള്ളാഹുവിനെതിരെ അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ അൻആം ആണ്. സൂറത്തുൽ അൻആം എന്ന് പറയുന്നത് കാലികളെ കുറിച്ചാണ്, നാൽക്കാലികളെ കുറിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതില് പറയുന്നത്.
ഇതിലെ ആയത്തുകള് 165 ആയത്തുകളുണ്ട്. ഇത് മക്കയിൽ അവതരിച്ചതാണ്. ഇതിന്റെ കൂടെ തന്നെ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ സൂറത്ത് ഇറങ്ങുമ്പോൾ എല്ലാ ആയത്തും ഒരുമിച്ച് ഇറങ്ങിയത് ആയിരുന്നു. അത് കൊണ്ടുവന്നത് മലക്കുകൾ ഒന്നിച്ചിറങ്ങിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യം ഈ സൂറത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുനാകുന്നു സ്തുതി. എന്നിട്ടും അത് സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്നു. അവനത്രേ കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവൻ ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു. അവങ്കൽ നിർണിതമായ മറ്റൊരു അവധിയുമുണ്ട്. എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ തന്നെയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സാക്ഷാൽ ദൈവം. നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവും അവൻ അറിയുന്നു. നിങ്ങൾ നേടിയെടുക്കുന്നതും അവൻ അറിയുന്നു. അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടുമ്പോഴും അവരതിനെ അവഗണിച്ചു കളയുക തന്നെയാകുന്നു. അങ്ങനെ ഈ സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോഴും അവരതിനെ നിഷേധിച്ചു കളഞ്ഞു. എന്നാൽ അവർ ഏതൊന്നിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിന്റെ വൃത്താന്തങ്ങൾ വഴിയെ അവർക്ക് വന്നെത്തുന്നതാണ്. അവർ കണ്ടില്ലേ, അവർക്ക് മുമ്പ് നാം എത്ര തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ അവർക്ക് നാം ചെയ്തു കൊടുത്തിരുന്നു. നാം അവർക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു കൊടുക്കുകയും അവരുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം നാം അവരെ നശിപ്പിക്കുകയും അവർക്ക് ശേഷം നാം വേറെ തലമുറകളെ ഉണ്ടാക്കുകയും ചെയ്തു. നബിയെ, നിനക്ക് നാം കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരികയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടു നോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ ഒരു മായാജാലമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും ആ സത്യനിഷേധികൾ പറയുക. ഇയാളുടെ നബിയുടെ മേൽ ഒരു മലക്ക് ഇറക്കപ്പെടാത്തത് എന്താണ് എന്ന് അവർ പറയുകയുണ്ടായി. എന്നാൽ നാം മലക്കിനെ ഇറക്കിയിരുന്നുവെങ്കിൽ കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുമായിരുന്നു. പിന്നീട് അവർക്ക് സമയം നീട്ടിക്കിട്ടുമായിരുന്നില്ല. ഇനി നാം മലക്കിനെ ദൂതനായി നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെ ആ മലക്കിനെയും നാം പുരുഷരൂപത്തിലാക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് അവർ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിഷയത്തിൽ അപ്പോഴും അവർക്ക് സംശയമുണ്ടാകുന്നതാണ്. നിനക്ക് മുമ്പ് പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ കളിയാക്കിക്കൊണ്ടിരുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതെന്തോ അത് വന്നു ഭവിക്കുക തന്നെ ചെയ്തു. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ. ചോദിക്കുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം ആരുടേതാകുന്നു? പറയുക, അള്ളാഹുവിൻ്റെതത്രേ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വദേഹങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരത്രേ അവർ. അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അവൻ്റേതാകുന്നു രാത്രിയും പകലും അടങ്ങുന്നതെല്ലാം. അവനെല്ലാം കേൾക്കുന്നതിനും അറിയുന്നതിനും അത്രേ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം സ്വന്തം പേരിൽ ബാധ്യതയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റഹ്മാൻ എന്ന വാക്ക് ദുനിയാവിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയാക്കി വെച്ചതാണ്. ആര് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റഹ്മത്ത് ഇറക്കി കൊടുക്കും. കാരണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദ്യം ചെയ്യാന് ഭൂമിയിൽ ഒരാളെ കൊണ്ടും പാടില്ല എന്നുള്ളതാണ്. അവൻക്ക് അത് അള്ളാഹ് ഇങ്ങനെ ഇതുകൊണ്ടാ കൊടുത്തത്, അള്ളാഹ് എന്താണ് അവർക്ക് മാത്രം കൊടുത്തത്, അവർക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് അവർക്ക് കണ്ടില്ല കൊടുക്കുന്ന ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് ഭൂമിയിൽ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു കൊലപാതകം ചെയ്താൽ പോലും അവൻക്കും പിറ്റേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവൻ കൊലപാതകം ചെയ്തു കാരണം കൊണ്ട് അവന്റെ ഭക്ഷണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചിട്ടില്ല. അവൻക്ക് കൊടുക്കുന്നതിന് ഒന്നും നിഷേധിച്ചിട്ടില്ല. അവൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അത് അവൻക്ക് കിട്ടും എന്നുള്ളതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 14 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറയുക, ആകാശങ്ങളിലും ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹുവെ അല്ലാതെ ഞാൻ രക്ഷാധികാരിയായി സ്വീകരിക്കുകയാണോ? അവനാകട്ടെ ആഹാരം നൽകുന്നു, അവന് ആഹാരം നൽകപ്പെടുകയില്ല. തീർച്ചയായും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നീ ഒരിക്കലും ബഹുദൈവ ആരാധകരിൽ പെട്ടുപോകരുത്. പറയുക, ഞാൻ നിന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെപ്പറ്റി തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അന്നേ ദിവസം ആരിൽ നിന്ന് അത് ശിക്ഷ ഒഴിവാക്കപ്പെടുന്നുവോ അവനെ അള്ളാഹു തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഇത്ര വ്യക്തമായ വിജയം. നബിയെ, നിനക്ക് അള്ളാഹു വല്ല ദോഷം വരുത്തി വെക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ അവനല്ലാതെ മറ്റാരുമില്ല. നിനക്ക് അവൻ വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ
വരുത്തുകയാണെങ്കിലോ അവൻ ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനത്രേ. അവൻ തന്റെ ദാസന്മാരുടെ മേൽ പരമാധികാരമുള്ളവനാണ്. യുക്തിമാനും സൂക്ഷ്മമായി അറിയുന്നവനും അത്രേ അവൻ. നബിയെ ചോദിക്കുക, സാക്ഷ്യത്തിൽ വെച്ച് ഏറ്റവും വലിയതായത് എന്താകുന്നു? പറയുക, അള്ളാഹു ആണ് എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷി. ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത്. അത് മുഖേന നിങ്ങൾക്കും അത് അത് ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? പറയുക, ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. പറയുക, അവൻ ഏകദൈവം മാത്രമാകുന്നു, നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതാണ് തൗഹീദ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയുമില്ലെന്ന് ഉറപ്പിച്ചു പറയുകയും മറ്റൊരാൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അത് അറിയുന്നുണ്ട്. സ്വദേഹങ്ങളെ നഷ്ടത്തിലാക്കിയവരത്രേ അവർ, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയോ ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അക്രമികൾക്ക് വിജയം ഭരിക്കുകയില്ല തീർച്ച. നാം അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയും പിന്നീട് ബഹുദൈവാരാധകരോട് നിങ്ങൾ ഇത് ജൽപ്പിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ വകയാളുടെ ആ പങ്കാളികൾ എവിടെയെന്ന് നാം ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക. അനന്തരം അവരുടെ ഗതികേട്, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല. നോക്കൂ, അവർ സ്വന്തം പേരിൽ തന്നെ എങ്ങനെ കള്ളം പറഞ്ഞു എന്ന്. അവർ എന്തൊന്ന് കെട്ടിച്ചമച്ചുവോ അത് അവർക്ക് ഉപകരിക്കാതെ പോയിരിക്കുന്നു. നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അത് ഗ്രഹിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങളിൽ മേൽ നാം മൂടികളിടുകയും അവരുടെ കാതുകളിൽ അടപ്പ് വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല. അങ്ങനെ അവർ നിന്റെ അടുക്കൽ നിന്ന് തർക്കിക്കുവാനായി വന്നാൽ ആ സത്യനിഷേധികൾ പറയും, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അവർ അതിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും അതിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവർ സ്വദേഹങ്ങൾക്ക് നാശമുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല. അവർ നരകത്തിങ്കൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇഹലോകത്തേക്ക് ഒന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുമായിരുന്നു. അല്ല, അവർ മുമ്പ് മറച്ചു വെച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. തിരിച്ചയക്കപ്പെട്ടാൽ തന്നെയും അവർ എന്തെന്നിൽ നിന്ന് വിലക്കപ്പെട്ടുവോ അതിലേക്ക് തന്നെ അവർ മടങ്ങിപ്പോകുന്നതാണ്. തീർച്ചയായും അവർ കള്ളം പറയുന്നവരാകുന്നു. അവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ഐഹിക ജീവിതമല്ലാതെ മറ്റൊന്നുമില്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നവരുമല്ല എന്ന്. അവർ അവരുടെ രക്ഷിതാവിങ്കലിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവൻ ചോദിക്കും, ഇത് യാഥാർത്ഥ്യം തന്നെയല്ലേ? അവർ പറയും, അതെ, ഞങ്ങളുടെ രക്ഷിതാവിന് തന്നെയാണ് സത്യം. അവൻ പറയും, എന്നാൽ നിങ്ങൾ അവിശ്വസിച്ചു കൊണ്ടിരുന്നത് നിമിത്തം ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ചു തള്ളിയവർ തീർച്ചയായും നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ആ സമയം വന്നെത്തുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇത് സംബന്ധിച്ച കാര്യത്തിൽ വീഴ്ച വരുത്തിയിരുന്നതിനാൽ ഞങ്ങൾക്ക് കഷ്ടം. അവർ അവരുടെ പാപഭാരങ്ങൾ അവരുടെ മുതുകളിൽ വഹിക്കുകയായിരിക്കും. അവർ പേറുന്ന ഭാരം എത്ര ചീത്ത. ഐഹിക ജീവിതം എന്നത് കളിയും വിനോദമല്ലാതെ മറ്റൊന്നുമല്ല. പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? നബിയെ പറയുക, അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ നിഷേധിച്ചു തള്ളുന്നത്. പ്രത്യേക അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിച്ചു തള്ളുന്നത്. നിനക്ക് മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നത് വരെ അവർ സഹിച്ചു. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് കൽപ്പനകൾക്ക് മാറ്റം വരുത്താൻ ആരും തന്നെയില്ല. ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ ചിലത് നിനക്ക് വന്നു കെട്ടിയിട്ടുണ്ടല്ലോ. അവർ പിന്തിരിഞ്ഞു കളയുന്നത് നിനക്ക് ദുസ്സഹമായി തോന്നുന്നുവെങ്കിൽ ഭൂമിയിൽ ഇറങ്ങിപ്പോകാൻ ഒരു തുരങ്കമോ ആകാശത്തേക്ക് കയറിപ്പോകുവാൻ ഒരു കോണിയോ തേടി പിടിച്ചിട്ട് അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുക്കാൻ നിനക്ക് സാധിക്കുന്ന പക്ഷം അതങ്ങ് ചെയ്തേക്കുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുമായിരുന്നു. അതിനാൽ നീ ഒരിക്കലും അവിവേകികളിൽ പെട്ടുപോകരുത്. കേൾക്കുന്നവർ മാത്രമേ ഒരുത്തരം നൽകപ്പെടുകയുള്ളൂ. മരിച്ചവരാകട്ടെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. എന്നിട്ട് അവങ്കിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
അൽഹംദുലില്ലാ حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمنا كما ربياني صغيرا. رب ارحمنا كما ربياني صغيرا. رب ارحمنا كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك. ربي انزل منزلا مباركا أنت خير المنزلين. اللهم يسر ولا تؤسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي انزل منزلا مباركا أنت خير المنزلين. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. ربي انزل منزلا مباركا أنت خير المنزلين. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. سبحان الله الحمد لله لا إله إلا الله والله أكبر آمين 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 برحمتك يا أرحم الراحمين. ربي إني لما أنزلت لي من خير فقير. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى آمين يا رب العالمين. الله يا أرحم الراحمين يا ذا الجلال والإكرام يا حي القيوم يا അഹദ് സമദമായ അർഹമർ റഹീമീന അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരും. അല്ലാഹുവേ നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന നിന്റെ സത്യവിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയവർക്കും അല്ലാഹുവേ ഞങ്ങൾക്ക് കടന്നു വരാൻ പോകുന്ന സമൂഹത്തിന് അല്ലാഹുവേ നീ പുറത്തു മാപ്പ് നൽകണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ ഞങ്ങൾ കുടുംബങ്ങൾക്കും ഞങ്ങൾ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹുവേ നീ മാപ്പ് നൽകുകയും അവർക്കും ഞങ്ങൾക്ക് നീ നേരായ മാർഗം കാണിച്ചു തരികയും ആ നേരായ മാർഗത്തിലൂടെ നീ നിന്നിലേക്ക് ഞങ്ങളെ ഉയർത്തുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ നാളെ പരലോകത്ത് വിചാരണയുടെ നാളിൽ അല്ലാഹുവേ പാപമോചനം ലഭിച്ച അല്ലാഹുവേ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച 70,000 ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹു ഞങ്ങളുടെ ദുനിയാവിലെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ. അല്ലാഹുവേ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർണ്ണമായും പൂർത്തിയാക്കി തരണമേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഏറ്റവും വലിയ സ്വപ്നങ്ങളെക്കാളും വലുതാണല്ലോ അല്ലാഹുവേ നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ കൺതട്ടി നിൽക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു തരണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ യാദൽ ജലാൽ ഇക്രാമായ അല്ലാഹു ആദും സമദമായ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഉയർച്ച നൽകുകയും അല്ലാഹു അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ കൈകളിൽ നൽകുകയും അല്ലാഹുവേ അത് ഹൃദയത്തിൽ നൽകി അല്ലാഹുവേ ഞങ്ങളെ പരീക്ഷിക്കുന്നതിൽ നിന്ന് അല്ലാഹു നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ ഈ വരുന്ന റമളാൻ മാസം അല്ലാഹു ഏറ്റവും ഉന്നതമായ രീതിയിൽ അല്ലാഹു ഞങ്ങൾക്ക് ഉപയോഗിക്കാനും അത് ഏറ്റവും ഉന്നതമായ രീതിയിൽ അല്ലാഹു നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് എല്ലാ ദിനരാത്രങ്ങളും അല്ലാഹുവേ നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കൊണ്ട് കഴിഞ്ഞു കൂടുവാൻ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ ഞങ്ങൾ കുടുംബങ്ങളും ബന്ധുമിത്രാദികൾ അല്ലാഹുവേ നിന്നിലേക്ക് മടങ്ങാതെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ നേർവഴി കാണിച്ചു കൊടുക്കുകയും അവരെയും നിന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹു ഞങ്ങൾ സന്തതിപരമകളെ അല്ലാഹു സ്വാലിഹീങ്ങളിലും ആരിഫീങ്ങളിലും ഹാഫിളീങ്ങളിലും ഉന്നതമായ നിന്റെ അടിമകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹു യാ റഹ്മാൻ റഹീമിനെ അല്ലാഹു യാദൽ ജലാൽ ഇക്രാമായ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹു ഈ കൂട്ടായ്മ അല്ലാഹു നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും അല്ലാഹു ഇതിലുള്ള ഓരോരുത്തരുടെയും അല്ലാഹു എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർണ്ണമായി നീ നിറവേറ്റി കൊടുക്കുകയും യാ റഹ്മാൻ റഹീമിനെ അല്ലാഹു ഇതിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കുകയും അല്ലാഹുവേ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നീ സാലിഹീങ്ങളായ സന്തത പരമ്പരകളെ നൽകി അനുഗ്രഹിക്കുകയും യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവേ മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് അവരുടെ പരീക്ഷണത്തിൽ അല്ലാഹുവേ നീ സബ്ർ നൽകുകയും അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമിനെ അല്ലാഹു യാദൽ ജലാൽ ഇക്രാമായ ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവേ
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ള നിന്റെ ഉത്തമന്റെ അടിമകളാകാൻ എപ്പോഴും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിനെ അല്ലാഹു, യാ ദിൽ ജലാൽ ഇക്രാമായ അല്ലാഹു, യിൽ ഖയ്യൂമായ അല്ലാഹുവേ, ഇഹലോകത്ത് പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമന്റെ അടിമകളാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കും. അല്ലാഹു, ഞങ്ങളുടെ മടക്കസ്ഥാനം ഏറ്റവും ഉന്നതമായ സ്ഥാനത്താക്കി തരികയും ഞങ്ങൾക്ക് അയൽവാസികളെ ഇഹലോകത്ത് പരലോകത്ത് ഉന്നതമായ അയൽവാസികളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മറാഹിമിനെ അല്ലാഹുവേ, മലക്കളിൽ സലാം ചൊല്ലി വിളിക്കുന്ന ഉത്തമരായ നിന്റെ അടിമകളാകാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ആത്മാവും അല്ലാഹുവേ നീ പൂർണ്ണമായും നിനക്ക് തൃപ്തിപ്പെട്ടവരാക്കിക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിൻ അല്ലാഹുവേ, ഹിബരവിജയത്തെ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ നിന്റെ ഔദാര്യം കൊണ്ട് ചോദിക്കുന്നു. യാ റഹ്മറാഹിമിൻ അല്ലാഹു ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. അല്ലാഹുവേ, നിന്റെ ഉത്തമരായ നിന്റെ സ്വാലിഹീങ്ങളായ നിന്റെ അടിമകൾ ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അവർ അഭയം തേടിയ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة وعليكم السلام ورحمة الله وبركاته. جزاك الله خيرا.